ലിബിയയിലെ മുൻ പ്രസിഡന്റ് ഗദ്ദാഫി കൊല്ലപ്പെടുന്ന സമയത്ത് ലിബിയയിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ആക്രമണം നടന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചർച്ചകൾ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാറുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിബിയയിൽ ഗദ്ദാഫിയുടെ ഭരണത്തിന് കീഴിൽ ഒരു ലിബിയക്കാരൻ പോലും അവിടെ വീടോ ഫ്ലാറ്റോ സ്വന്തമായിട്ടില്ലാത്ത ആളുണ്ടായിരുന്നില്ല. അവിടെ വൈദ്യുതി പൂർണ്ണമായിട്ടും സൗജന്യമായിരുന്നു. വിദ്യാഭ്യാസവും മെഡിക്കലും എല്ലാ പൗരന്മാർക്കും സൗജന്യമായി ലഭിച്ചിരുന്ന സംഗതിയാണ്. ഇൻ കേസ് അവർക്ക് വിദേശത്ത് പോയി വിദ്യാഭ്യാസം നടത്തുന്നതിനോ അല്ലെങ്കിൽ മെഡിക്കൽ ആവശ്യത്തിന് വിദേശത്ത് പോകണം എന്നുണ്ടെങ്കിൽ പോലും അതിന്റെ പൂർണ്ണമായും ചെലവ് ലിബിയൻ സർക്കാരാണ് വഹിച്ചുകൊണ്ടിരുന്നത്. 40 വർഷത്തോളം ലിബിയ ഭരിച്ചിരുന്ന ഗദ്ദാഫിയുടെ ഭരണത്തിന് കീഴിൽ ഏകദേശം 25% മാത്രം ഉണ്ടായിരുന്ന സാക്ഷരത 80% ഉയർന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. കൂടാതെ അവിടുത്തെ ലോണുകൾ നൽകിയത് പലിശരഹിതമായിട്ടാണ് ലോണുകൾ നൽകിയിരുന്നത്. ഇൻ കേസ് ആർക്കെങ്കിലും കൃഷി ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും സർക്കാർ എല്ലാം അതിന്റെ ഭൂമിയും വിത്തും കന്നുകാലികളെയും അവർക്ക് താമസിക്കാനുള്ള വീടും കാര്യങ്ങളും എല്ലാം തന്നെ സർക്കാർ തന്നെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. വെറും 14 സെന്റോളം മാത്രമായിരുന്നു 1 ലിറ്റർ പെട്രോളിന് വില. പഠനം കഴിഞ്ഞ് ജോലി കിട്ടുന്നവരെ ഒരു ശരാശരി ശമ്പളം സർക്കാർ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. കൂടാതെ നമ്മൾ കാറ് വാങ്ങുന്നുണ്ടെങ്കിൽ കാറിനുള്ള പകുതി പണം സർക്കാരാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പെട്രോളിൽ നിന്നായിരുന്നല്ലോ അവരുടെ മേജറായിട്ടുള്ള വരുമാനം ഉണ്ടായിരുന്നത്. ആ പെട്രോളിൽ നിന്നുള്ള വരുമാനത്തിന്റെ നല്ലൊരു പങ്കും ആളുകൾക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ലിബിയൻ സർക്കാർ കൊടുത്തുകൊണ്ടിരുന്നത്. മുല്ലപ്പൂ വിപ്ലവം കൊടുമ്പിരിയുടെ സമയത്ത് 2011 ഒക്ടോബർ 20 ഗദ്ദാഫി കൊല്ലപ്പെടുമ്പോൾ ഏകദേശം $150 ബില്യൺ ആയിരുന്നു ലിബിയയുടെ കരുതൽ ധനമായിട്ടുണ്ടായിരുന്നത്. 1 രൂപ പോലും ലിബിയക്ക് കടമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കണക്കുകളെന്ന് രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ലിബിയ പോലെ തന്നെ മറ്റു ആഫ്രിക്കൻ രാജ്യങ്ങളെയും സ്വയം പര്യാപ്തത ഭരിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഗദ്ദാഫി മുൻകൈയെടുത്തു എന്നുള്ളതാണ് ഗദ്ദാഫി കൊല്ലപ്പെടാനുള്ള കാരണങ്ങളിലൊന്നായിട്ട് പറയപ്പെടുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ഉന്നമനത്തിനും യുണൈറ്റിക്കും വേണ്ടി ശ്രമിച്ചിട്ടുള്ള മുൻ പല നേതാക്കളെയും പോലെ തന്നെ ഉദാഹരണത്തിന് ബുർക്കിന ഫസോയുടെ മുൻ പ്രസിഡന്റ് തോമസ് സങ്കാരയും ഹൈത്യം പ്രസിഡന്റ് ജോവനൽ മോയിസും കൊല്ലപ്പെട്ട പോലെ തന്നെയാണ് മുഹമ്മദ് ഗദ്ദാഫിയും കൊല്ലപ്പെട്ടത് എന്നാണ് ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.